ഹായ് നമസ്കാരം. നമ്മുടെ നടൻ ദിലീപും അതുപോലെ ആക്രമിക്കപ്പെട്ട നടിയെക്കുറിച്ചുമായിരുന്നു കുറേ കാലങ്ങളായിട്ട് എല്ലാ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഒരുവിധം എല്ലാ യൂട്യൂബ് ചാനലുകളും അവർക്ക് പൈസ ഉണ്ടാക്കാനുള്ളൊരു മെറ്റീരിയലായിട്ട് ഉപയോഗിച്ചിരുന്നത്. നമ്മൾ അത്തരത്തിലുള്ള ഉപയോഗങ്ങൾ അധികം നടത്തിയിട്ടില്ല എന്നാണ് ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാൻ പറ്റുക. കാരണം ഈ ഒരു വിഷയം പറയുകയാണെന്നെങ്കിൽ എൻ്റെ ചാനലൊക്കെ കയറൽ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയാം. റോക്കറ്റ് വിട്ട പോലെ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ കൂടുമായിരുന്നു. അതുപോലെ തന്നെ മോണിറ്റൈസേഷൻ അധികം ഉണ്ടാകുമായിരുന്നു. പലരും ഞാൻ ഒരു വീഡിയോ ആദ്യകാലത്ത് ചെയ്തപ്പോൾ അതിനെ വിമർശിച്ച് അന്ന് എത്തിയിരുന്നു. അത് വേറൊന്നുമല്ല, നടൻ ദിലീപിനെതിരെ വ്യക്തമായ തെളിവുകളില്ല എന്നുള്ള ഒരു സൂചിപ്പിക്കുന്ന ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊടുക്കാൻ നോക്കിയതാണോ എന്നുള്ള എൻ്റെ കുറേ സംശയങ്ങളൊക്കെ ഞാൻ ഒരിക്കൽ അവതരിപ്പിച്ചിരുന്നു. ഏകദേശം ഒരു 2-2.5 വർഷം മുമ്പാണ് ഞാനൊരു വീഡിയോ ചെയ്തത് കേട്ടോ. അതേ ഒരു വീഡിയോ തന്നെയാണ് ഈ പറഞ്ഞ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. അത് വേറൊന്നുകൊണ്ടല്ല, ശവമുള്ളിടത്ത് കഴുകന്മാർ ഒത്തുചേരും. അങ്ങനെ ശവന്തീനികളാകാൻ താല്പര്യമില്ല അങ്കമാലി യൂട്യൂബ് ചാനലിൽ, അങ്കമാലി ഡയറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്. അപ്പോൾ ഈ പറഞ്ഞ ചാനലിൻ്റെ പ്രയോക്താവ് എന്ന നിലയ്ക്ക് നമുക്ക് പറയാനുള്ളത് അന്ന് തന്നെ പറഞ്ഞിരുന്നു. ഇപ്പോൾ അവിടേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയത്. വിധി പകർപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വിട്ടിരുന്നു മാധ്യമങ്ങളോട്. ഇപ്പോൾ അതെല്ലാവരും അറിഞ്ഞു കാണും. ഇന്ന് പത്രങ്ങൾ വായിക്കുമ്പോൾ ഒരുപാട് പേര് അതറിയും. എന്തുകൊണ്ട് നടൻ ദിലീപ് ശിക്ഷിക്കപ്പെട്ടില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അത് അന്നേ തന്നെ നമ്മളൊക്കെ പറഞ്ഞതാണ്. കാര്യം ഇത് വെറും ഊഹങ്ങളുടെ പുറത്ത് കെട്ടിപ്പൊക്കിയ ഒരു കേസാണെങ്കിൽ അതിന് അടിസ്ഥാനം ഉണ്ടാവില്ല. കാരണം തറ പണിയാണ്ട് വീട് പണിത് കഴിഞ്ഞാൽ ഭിത്തി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. ആ അവസ്ഥയാണ് ഈ കേസിലുണ്ടായത്. നമ്മൾ പ്രതികളെ എല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള ശിക്ഷ കിട്ടിയില്ല എന്നുള്ള വേദന എല്ലാവർക്കും ഉള്ളതുപോലെ നമുക്കുണ്ട്. അതിൽ കാണാൻ കഴിഞ്ഞ കാര്യം, പലരും, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പലരും ദിലീപിലേക്ക് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഒന്നാം പ്രതിയും അതുപോലുള്ള മറ്റു കൂട്ടുപ്രതികളും ചുരുങ്ങിയ ശിക്ഷാവിധിയിൽ ഒതുങ്ങേണ്ടി വന്നു. കാരണം മെയിൻ കുറ്റം ചെയ്ത വ്യക്തികളിലേക്കല്ല മാധ്യമങ്ങളും അതുപോലെ പൊതുജന സമൂഹവും ഫോക്കസ് ചെയ്തത്. പേരെടുത്തൊരു താരം അവിടെയുണ്ട്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേലേക്കാവാം എന്നെല്ലാവരും കരുതി. അദ്ദേഹം തെറ്റ് ചെയ്തിരിക്കാം, തെറ്റ് ചെയ്യാതിരിക്കാം. ഇനി വരാനിരിക്കുന്ന മേൽക്കോടതികളിലെ അപ്പീലൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ ഈ കേസ് ഇനിയും തിരിഞ്ഞു മറിഞ്ഞേക്കാം. ഏതായാലും ഇതുവരെയുള്ള ഒരു വിധിപ്പകർപ്പ് പ്രകാരം അദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കുകയാണ് നമ്മുടെ കോടതി ചെയ്തിരിക്കുന്നത്. കോടതി അങ്ങനെ ചുമ്മാ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വ്യക്തമായ തെളിവുകളുണ്ടെങ്കിൽ മാത്രമേ കോടതിയിൽ കേസിന് നിലനിൽപ്പുള്ളൂ. അല്ലാത്ത പക്ഷം കേസ് തള്ളിപ്പോവാണ് സാധാരണ പതിവ്. ഇതിപ്പോൾ കെട്ടിച്ചമച്ച കേസുകളാണെന്ന് പറയപ്പെടുന്നു. നമുക്ക് അറിഞ്ഞുകൂടാ എന്താവുമെന്നൊക്കെ. എന്തായാലും കാത്തിരുന്ന് കാണേണ്ട വസ്തുതകളാണ്. ഇനിയും മേൽക്കോടതികളുണ്ട്. കോടതികളിലേക്ക് ഇത് യാത്ര ചെയ്യട്ടെ. അതിൻ്റെ തെളിവുകളൊക്കെ ഇനിയും പുറത്തു വരട്ടെ. യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയാനേ നമുക്ക് സാധിക്കൂ. എന്തായാലും ഇതുവരെയുള്ള കോടതിയുടെ ആ ഒരു കൺക്ലൂഷൻ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.